ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയുമടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണെടോ കുമാരനീ. തന്വങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസനവനോടു പോർ ചെയ്തിടിനാൻ. അന്നേര അഴിഞ്ഞതേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നീടാമവർക്കുന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായോരു യാതുധാനനീ കിടക്കുന്നതത്ര നീ കണ്ടീലയോ. കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്തഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായോരു ദാസൻ. മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. നോക്കൂ, ദുഃഖം വരുമ്പോൾ മനസ്സ് ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലാവില്ല. നമ്മുടെ ബോധം നമുക്ക് നഷ്ടമാവും. നമ്മൾ കാണുന്നത് എന്താണ്, കേൾക്കുന്നത് എന്താണ്, പറയുന്നത് എന്താണ് എന്നുപോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും. തൻ്റെ മുന്നിൽ കിടക്കുന്ന ഭക്തനായ ജടായുവിനെ ജടായുവാണെന്ന് കാണാൻ രാമന് പോലും കഴിഞ്ഞില്ല. അപ്പോൾ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ജടായു തന്നെ പറയാണ് രാമനോട്, രാമൻ്റെ അജ്ഞാനത്തെ നീക്കി കൊടുക്കുകയാണ്. ഞാൻ അങ്ങയുടെ അച്ഛൻ്റെ മിത്രമായ ജടായുവാണ്, അങ്ങയുടെ ഭക്തനാണ്, അങ്ങയുടെ ദാസനാണ് രാമ എന്ന് ജടായു പറയാണ്. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകും നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനോടു യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനുമപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. ആ രാവണനോട് യുദ്ധം ചെയ്തു ഞാൻ. രാമപത്നിയായ സീതയെ കട്ടുകൊണ്ടുപോകുന്ന രാവണനോട് പ്രതിരോധത്തിൻ്റേതായ ഒരു നിമിഷം ഞാൻ സൃഷ്ടിച്ചെടുത്തു. അതിശക്തമായ യുദ്ധമുണ്ടായി. ഒടുവിൽ ചന്ദ്രഹാസം പ്രയോഗിച്ച് അവൻ എന്നെ കീഴ്പ്പെടുത്തി എന്ന് ജടായു പറയാണ്. വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനുമപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായെന്നിന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാനിധേ, തൃക്കടലിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാൻ അവനുടൽ. ദുഃഖാശ്ലുപ്ലുതനയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീയെല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. ഒരർത്ഥത്തിൽ ജടായുവിന് മഹാഭാഗ്യമാണ് ജീവിതത്തിൽ കൈവന്നിരിക്കുന്നത്. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തൻ്റെ തൃക്കരം കൊണ്ട് ജടായുവിനെ തലോടുകയാണ്. ജീവിതത്തിൽ കൈവല്യം അനുഭവിക്കാൻ ജടായുവിന് സാധിക്കുകയാണ്. ഈശ്വരൻ തൻ്റെ സമീപത്തെത്താനും തന്നെ സ്പർശിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ജടായുവിന് ഉണ്ടാവുകയാണ്. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി. മരണപീഡയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കേണം. നിന്തിരുവടി തന്നെ കണ്ടു കണ്ടിരിക്കവേ ബന്ധമറ്റീടും വണ്ണം മരിപ്പാനവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാലഹം പുണ്യപൂരുഷ പുരുഷോത്തമതയാനിധേ. നിന്തിരുവടി സാക്ഷാൽ മഹാവിഷ്ണു പരമാത്മാനന്ദാത്മാ പരമാത്മാ മായാമാനുഷരൂപി
സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം. അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായേൻ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധൂക കുസുമ സമതൃക്കരതലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസീമ്നി ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകീടാതെ. ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുദകക്രിയാദിയും ചെയ്തു. കാനനേ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി. പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ അതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരിഗതാ പത്മമകുടപീതാംബരാദ്യങ്കിതിരൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിദ്വാക്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടുമുയരെ കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. വിഷ്ണു പാർഷദന്മാർ വന്ന് ജടായുവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് രാമായണത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇനി കബന്ധന് ഗതി നൽകുന്ന ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇങ്ങനെ എല്ലാവർക്കും മോക്ഷം നൽകുക എന്നുള്ളതാണ് ഭഗവാന്റെ കർത്തവ്യം. അതനുഷ്ഠിച്ചുകൊണ്ട് രാമൻ കാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്താൻ. വക്ഷസി വദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളും ഇല്ലെന്തൊരു സത്വമിതം. ഒരിക്കലും കാണാൻ സാധിക്കാത്ത ഒരു വ്യത്യസ്തമായൊരു രൂപമാണത്. തല നോക്കുമ്പോൾ തലയില്ല, കൈകളാണെങ്കിൽ നീളത്തിൽ എത്രയോ ദൂരത്തിൽ കിടക്കുന്ന ഒരു ബീഭത്സ രൂപമാണ് രാമൻ്റെ മുമ്പിൽ വന്നു പെട്ടത്. ലക്ഷ്മണ കണ്ടായോ നീ, കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും. പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം വക്ഷസി വക്ത്രം കാലും തലയുമില്ലതാനും. ഇതിനൊന്നും കാണാനില്ല, ഇതിൻ്റെ അവയവങ്ങളൊക്കെ എവിടെ? കാല് കാണാനില്ല, തല കാണാനില്ല. പക്ഷേ ബീഭത്സമായൊരു രൂപം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ഏത് ജീവിയാണെന്ന് ലക്ഷ്മണനോട് രാമൻ ചോദിക്കുക. രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽഭുജമധ്യേ മധ്യസ്ഥന്മാരായിതു കുമാരനാം കൽപ്പിതം ധാതാവിനാലെന്തെന്നാലതും വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. ഈ ജീവിയുടെ രണ്ട് കൈകൾക്കിടയിലേക്ക് പെട്ടുപോവുകയാണ് രാമനും ലക്ഷ്മണനും. ഈ സത്വത്തിൻ്റെ രീതി തന്നെ അതാണ്. തൻ്റെ വിശാലമായ കൈകൾക്കുള്ളിൽ എന്താണോ വരുന്നത് അവയെ പിടിച്ചങ്ങ് ഭക്ഷിക്കും. തലയും ഉടലൊന്നും വേർതിരിച്ച് കാണാൻ പറ്റാത്ത ഒരു ഭീകര രൂപമാണത്. രാഘവനേവം പറഞ്ഞിടിനോരനന്തരമാകുലമെന്നൊരു അകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. പോരും വ്യാകുലഭാവമെന്തിനി
വിചാരിപ്പാൻ ഓരോരോ ഖരം ഛേദിക്കേണം നാം ഇരുവരും. എന്ത് പേടിക്കാൻ? ഒരു കൈ ഞാൻ ഛേദിക്കാം, ഒരു കൈ അങ്ങ് ഛേദിച്ചോളൂ എന്ന് രാമനോട് ലക്ഷ്മണൻ പറയാം. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു. രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിങ്കലാരുമുണ്ടായിലിതിൻ കീഴിൽ. ഇന്നേ വരെ എന്നെ ഇങ്ങനെ മുറിവേൽപ്പിക്കാൻ, എന്നെ തോൽപ്പിക്കാൻ ആരും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആരാണ് എന്ന് ഈ ജീവി ചോദിക്കുകയാണ്, ഈ സത്വം ചോദിക്കുകയാണ്. സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ ചൊല്ലു. സത്യം പറയാണ്, സത്യം എന്നോട് പറഞ്ഞാലും നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തായാലും സത്പുരുഷന്മാരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരം അതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഗത്തോടും. പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനെൻ കരങ്ങളും. നിന്റെ കൈകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നിന്റെ കൈകൾ ഞങ്ങൾ അറുത്തത് എന്ന് കബന്ധനോട് പറയാണ്. ആരെടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരെയോടെ പറയെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിന്തിരുവടി തന്നെ മുമ്പിലാം മാറുകാണായി വന്നൊരു നിമിത്തമായി. അങ്ങിനി ശ്രീരാമചന്ദ്രനാണോ? ആണെങ്കിൽ എൻ്റെ ജീവിതം ധന്യമായി എന്ന് കബന്ധൻ മറുപടി പറയാണ്. രാമനെ കാത്തു കിടക്കുകയാണ് ജീവിതത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ട് കബന്ധൻ. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം എന്ന് പറയാം. ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം രൂപ യൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീ ജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചി ദുരുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകെന്നാൽ തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ നിന്തിരുവടി തന്നെ മോക്ഷദൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്ക ഉന്നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കിടോ. അന്ന് എൻ്റെ യൗവനകാലത്ത് അഹങ്കാരം കൊണ്ട് ഞാൻ പലരെയും പരിഹസിച്ചു നടന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അഷ്ടാവക്രമുനിയെ കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ ദേഹത്തിൻ്റെ വളവ് കണ്ടപ്പോൾ ഞാൻ പരിഹസിച്ചു പറയുകയുണ്ടായി. അപ്പോൾ ആ മുനി എന്നെ ശപിച്ചു ഇങ്ങനെ ഒരു ബീഭത്സ രൂപം കൈക്കൊള്ളാൻ. ഒപ്പം തന്നെ ഒരു അനുഗ്രഹം കൂടി നൽകി. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ വന്ന് നിൻ്റെ കൈകൾ അറുത്താൽ ആ ദിവസം നിനക്ക് മോക്ഷം കിട്ടും എന്നെന്നോട് പറയുണ്ടായി. അങ്ങനെ എനിക്ക് മോക്ഷം കൈവന്നിരിക്കുന്നു അല്ലയോ രാമ എന്ന് കബന്ധൻ പറയാണ്. അങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാരുടെ അനുഗ്രഹത്താൽ ശാപമോക്ഷം ലഭിച്ച കബന്ധൻ ഒരു ഗന്ധർവനായി മേൽപോട്ട് പോവുകയാണ്. രാമനും ലക്ഷ്മണനും യാത്ര തുടരുന്നു. അവരിനി ശബരിയുടെ ആശ്രമത്തിലെത്തിച്ചേരുകയാണ്. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകം പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സമ്പദിച്ചിതു പാദാംബോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടും അവൾ ആനന്ദമുൾക്കൊണ്ടു പാദ്യാർഘ്യാസനാദികളാലേ പൂജിച്ചു തൽപാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും.
അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർക്കളും. എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയായേ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവന്നവതരിച്ചിതു രാക്ഷസവധാർത്ഥമായി. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും അവിടേക്കു രാഘവനെന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം. വന്നിതൗവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. ശബരിയും രാമനെ കാത്തു കിടക്കുകയാണ്. ഒരു നേരം കണ്ട് ജീവിത സായുജ്യമടയാനായിട്ട് രാമനെ കാണുന്നതോടെ മോക്ഷം ലഭിക്കുമെന്ന് മുനിമാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അവരോട്. അതുകൊണ്ട് ഈ കാട്ടിൽ രാമനെ കാത്തു കഴിയുകയാണ് ശബരി. അങ്ങനെ ഭഗവാനെ മനസ്സാ സമർപ്പിച്ച് ഭഗവാനിൽ തന്നെ ശരണാഗതിയടിഞ്ഞ് ഏത് നേരവും ഈശ്വരനെ തന്നെ ധ്യാനിച്ചിരിക്കുന്നവരുടെ സമീപത്തേക്ക് ഈശ്വരൻ വരും. ഈശ്വരനെ തേടി അലയേണ്ടതില്ല എന്നുകൂടി രാമായണം നമ്മോട് പറയുന്നുണ്ട്. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ. എൻ്റെ ഗുരുനാഥന്മാർക്ക് പോലും വന്നിട്ടില്ലാത്ത ഭാഗ്യമാണല്ലയോ രാമ എനിക്ക് കൈവന്നിരിക്കുന്നത്. അങ്ങയെ നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഭക്തയ്ക്ക് സമമായിട്ട് മറ്റാരും ഈ ലോകത്തില്ല. ജ്ഞാനം കൊണ്ടോ മറ്റെന്തുകൊണ്ടോ ഈശ്വരനെ ഇത്രമാത്രം പ്രാപിക്കാൻ കഴിയില്ല. ഭക്തിയാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഭക്തി ഉണ്ടായാൽ മറ്റെല്ലാം ഉണ്ടായിക്കൊള്ളും എന്ന് ശബരിയുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കടലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾ കമലത്തിൽ അറിയപ്പോകാതെയാ നിധേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. ഇനി പറയുന്ന ഭാഗം രാമായണത്തിൻ്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ഭാഗമാണ്. ഇതെല്ലാവരും എല്ലാ സാധകന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വമാണ്. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഈശ്വരനെ ഭജിക്കാൻ പുരുഷ സ്ത്രീ ഭേദങ്ങളില്ല, ഉച്ചനീചത്വങ്ങളില്ല, ധനവാൻ ധനികൻ ദരിദ്രൻ എന്ന ഭാവഭേദാദികളില്ല. ഭക്തി ഒഴിഞ്ഞ് മറ്റൊരു ഉപാധിയും അതിനില്ല എന്ന് രാമായണം ഉറച്ചുറച്ച് പറയുകയാണ്. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. എല്ലാവരും വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ടുന്നൊരു ഭാഗം ഇതാണ് രാമായണത്തിലെ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയെ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗ്യാദഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടും ഒരു നാളും. ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യസാധനമല്ലോ സജ്ജനസംഘം, പിന്നെ മൽകഥാലാപം രണ്ടാം സാധനം, മൂന്നാമതും മൽ ഗുണേരണം, പിന്നെ മധ്വജോ വാഖ്യാതൃത്വം മൽകലാജാതാചാര്യോപാസനമഞ്ചാമതും. പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ
പൂജിക്കെന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും മംഗലശീലേ കേട്ടുധരിച്ചുകൊള്ളണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പാരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം ഉക്തമായിതു ഭക്തിസാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിര്യഗ്യോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷ്മണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമതബോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭവൽപ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കു തപോധനേ. രാമൻ തന്നെ പറയാണ്, ഈ ലോകത്ത് ഈശ്വര സാക്ഷാത്കാരത്തിന് ഭക്തിയല്ലാതെ മറ്റൊരു ഉപായവുമില്ല. ബാക്കി എല്ലാ കർമ്മങ്ങളും ഒടുവിലെത്തിച്ചേരുന്നത് ഭക്തിയിലാണ്. ആദ്യം തന്നെ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊന്നിൻ്റെയും പിറകെ ഓടേണ്ട കാര്യമില്ല എന്ന് രാമൻ ശബരിയോട് പറയാണ്. ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി. നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചുകൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്രധ്യാനകർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ജപിച്ചിടുക. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്തം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ഈശ്വരനെ അങ്ങേയറ്റം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിക്കുക എന്ന് രാമായണം പറയാം. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനീ ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. രാമനെ തന്നെ ധ്യാനിക്കുക, രാമനെ തന്നെ ജപിക്കുക. രാമൻ തന്നെയാണ് ഈ ലോകമെന്നറിയുക. അതോടുകൂടി മുക്തി സംഭവിക്കും എന്ന് പറയാം. ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു. രുദ്രാണിയും പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചെന്നരുളിനാൻ. ശങ്കര ജയിച്ചരുളെന്നരുളിനാൻ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. അങ്ങനെ ഒരു കാണ്ഡം കൂടി പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നമ്മൾ കിഷ്കിന്ധാകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ഇനി നമ്മൾ കിഷ്കിന്ധാകാണ്ഡത്തിലേക്കാണ്. സീതാന്വേഷണം ഇനി ആരംഭിക്കുകയാണ്. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ. ചൊല്ലുവേനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയൻ അവരജൻ തന്നോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളീടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം. ഉൽഫുല്ല പത്മകൽഹാരകുമുദ നീലോൽപലമണ്ഡിതം
ഹംസകാരണ്ഡവ ഷഡ്പദ കോകില കുക്കുട കോയഷ്ടി സർപ്പസിംഹവ്യാഘ്രസൂകരസേവിതം പുഷ്പലതാപരിവേഷ്ടി പാദപ സൽഫലസേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നീടിനൻ. ബഹുവിധ ഫലങ്ങളും പുഷ്പങ്ങളും വൃക്ഷങ്ങളും നിറഞ്ഞിരിക്കുന്ന കാട്ടിലൂടെ രാമലക്ഷ്മണന്മാർ നടക്കുകയാണ്. ജീവിതത്തിൻ്റെ ഒരു പ്രാരബ്ധ ഘട്ടത്തിൽ നമ്മളെല്ലാം ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിലും ജീവിതം ഒരു അന്വേഷണമാണ്. രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ഓരോന്നന്വേഷിച്ചു കൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഇത്തരം അന്വേഷണത്തിലാണ്, യാത്രയിലാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇനി ഹനുമാനെ കണ്ടുമുട്ടുന്ന സന്ദർഭമാണ്. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാവിരഹം പൊറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആധികലർന്നു നടന്നടുക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടു കുതിച്ചു പാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ ആരീ വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലി വിക്രമമുള്ളവരെത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. ആയുധങ്ങളേന്തി വരുന്ന രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ സുഗ്രീവനാണ് ഉള്ളിൽ ഭയം ഉണ്ടാവുന്നത്. ഭയമാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം. ആ ഭയം ഉള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ബോധത്തെ പോലും നമ്മൾ നഷ്ടപ്പെടുത്തും. അജ്ഞാനത്തിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത്. ദൂരെ കാണുന്ന രാമലക്ഷ്മണന്മാരെ തൻ്റെ ശത്രുക്കളാണെന്ന് സുഗ്രീവൻ തെറ്റിദ്ധരിക്കുകയാണ്. അത് അജ്ഞാനമാണ്. അജ്ഞാനം അകന്നാൽ പിന്നീട് സന്തോഷമായി. അല്പം കഴിയുമ്പോൾ ആ അജ്ഞാനം മാറും. അപ്പോൾ ശത്രുക്കളെല്ലാം മിത്രങ്ങളാണെന്ന് സുഗ്രീവൻ തിരിച്ചറിയും. ഏതായാലും അത് ആരാണെന്നറിയാൻ ഹനുമാനെ നിയോഗിക്കുകയാണ്. നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുതാ ചെന്നു ചോദിച്ചറിയണം വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്ദസ്മേര സംജ്ഞയാ മിത്രമെന്നുള്ളതുമെന്നോടു ചൊല്ലണം. കർമ്മസാക്ഷീസുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരീ വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാനഞ്ജനാപുത്രനും ഭർതൃപാദാംബുജം. കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അംഗജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിലാഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം. ദിക്കുകളാത്മസഭാവ ശോഭിപ്പിക്കുമർക്ക് നിശാചരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദൈവമേ. വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വിനീ ദേവകളോ മറ്റതെന്നിയെ വിശ്വൈക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ. വന്നു രാജന്യവേഷേണ പിറന്നോരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവാന്മാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം നിധം. പറഞ്ഞു തൊഴുതു നീടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂത്തമൻ. പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ
നല്ല വയ്യാകരണൻ വടു നിർണയം. ഹനുമാനെ കണ്ടപ്പോൾ, ഹനുമാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ രാമന് സന്തോഷമുണ്ടാകുക. രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, നല്ല ജ്ഞാനമുള്ള ഒരാളാണ്, ഒരാളെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഒന്നോ രണ്ടോ വാക്കുകൾ പറയുന്നതിൽ നിന്നും അയാളുടെ സംസ്കാരത്തെ, അയാളുടെ വിജ്ഞാനത്തെ, അയാളുടെ മനോബലത്തെ ഒക്കെ നമുക്ക് അളന്നെടുക്കാൻ കഴിയും. അങ്ങനെ നിമിഷ നേരം കൊണ്ട് രാമൻ ഹനുമാനെ അടുത്തറിയുകയാണ്. ഹനുമാൻ വലിയൊരു പണ്ഡിതശ്രേഷ്ഠനാണെന്നും മിതഭാഷിയാണെന്നും ന്യായവാദിയാണെന്നും ഒക്കെ രാമൻ മനസ്സിലാക്കുകയാണ്. രാമനിൻ എന്നുടെ നാമം ദശരഥഭൂമി ബാലേന്ദ്രതനയൻ, ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ, കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി, എന്നുടെ ഭാമിനി കൂടവേ താത നിയോഗേന കാനന സീമനി, യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യേ വസിക്കുന്ന നാളതി ചണ്ഡനായോരു നിശാചരൻ വന്നുടൻ, ജാനകീദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനേ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു, കണ്ടീരവിടെ ഒരേടത്തു നിന്നിഹ കണ്ടുകിട്ടീ നിന്നെ നീ ആരെടോ സഖേ. ചൊല്ലിയിടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ, സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം, കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ, സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ, ഞാൻ അവൻ തന്നെ ഭൃത്യനായുള്ളോരു വാനരൻ. വായുതനയൻ മഹാമതേ നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ, ആമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരുവർക്കുമരികളെ, വേല ചെയ്യാമതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. നമുക്ക് പരസ്പരം സഖ്യം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാം, സുഗ്രീവനെ ചെന്ന് കാണണം എന്ന് രാമനോട് ഹനുമാൻ പറയാം. ഇത്തം തിരുമനസ്സെങ്കിലെഴുന്നള്ളുകുൾ താപമെല്ലാം അകലും ദയാനിധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലാം മാറുമാരുതി. ഭോഗമമസ്കന്ധമേറിയിടുവിൻ നിങ്ങളാകുലഭാവമകലെക്കളഞ്ഞാലും, അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ടുൽപ്പല നേത്രനും അനുവാദവും ചെയ്തു. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാം മാറങ്ങെടുത്തു നടന്നിതു മാരുതി. അവർ രണ്ടുപേരെയും തൻ്റെ തോളത്തിരുത്തിക്കൊണ്ട് സുഗ്രീവ സന്നിധിയിലേക്ക് ഹനുമാൻ പോവാണ്. സുഗ്രീവ സന്നിധൗ കൊണ്ടു നിന്നീടിനാൻ വ്യഗ്രം കളകനീ ഭാസ്കരനന്ദന, ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമിത്രയും ഭാസ്കരവംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമദാനാർത്ഥമിവിടെ കെഴുന്നള്ളി. സുഗ്രീവനോടിവണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ മഹാതരുച്ഛായാതലേ തഥാ വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്തചേതസാ നിന്നരുളീടിനാൻ. വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ. ഭീതി കളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായോരു യോഗേശ്വരന്മാരീ രാമ ലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി ഭവിച്ചിടുക. പ്രീതനായോരു സുഗ്രീവനും അന്നേരമാദരപൂർവമുത്ഥായ സസംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളിയിടുവാൻ. വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാനതു നേരമിഷ്ടനാം മാരുതി. ലക്ഷ്മണനുമുടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാലുടിച്ചിട്ടരുളീടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നീടിനാർ. നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാത്മജനോടു
ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ശ്രീ ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകീദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാധികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രിമാർ 4 പേരും ഞാനുമായി അചലാം ദേവസിക്കുന്ന കാലമൊരു ദിനം പുഷ്കരനേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരൻ. അതു നേരമസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനയായി രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്ന ദേവരു. ഉത്തമയായവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണണമെങ്കിലോ. കണ്ടാലും ജാനകീദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ. അർണോജനേത്രനെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയായ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനദളായ തലോചനേ. രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാധിപൂർവം തിരുമാറിലമുഴ്ത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. സീതയുടെ ആഭരണങ്ങൾ കണ്ടപ്പോൾ രാമന് തൻ്റെ കണ്ണീർ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല. എന്നെപ്പോലെ നിങ്ങളും സീതയെ വിട്ടുപിരിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സീതയുടെ ആഭരണങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് കരയുകയാണ്. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരേ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വിഗ്രിയായി കേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടശ്രേഷ്ഠനാം മാരുതി എന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവ രാഘവന്മാരഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുങ്കമായ ശൈലാഗ്രേ മരുവിനാർ. ഇനി ബാലി സുഗ്രീവ കഥ, കലഹത്തിൻ്റെ കഥയാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പണ്ടു മായാവി എന്നൊരസുരേശ്വരനുണ്ടായിതുമയൻ തന്നെ പുത്രനായി. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരെ. കിഷ്കിന്ധയാം പുരിപുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു. അതുകൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനുമോടിയെത്തിയിടിനാൻ. ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിലുൾപ്പുക്കിതു വാനരശ്രേഷ്ഠനുമെന്നോടു ചൊല്ലിനാൻ. ഞാനിതിൽ പുക്യവൻ തന്നെയൊടുക്കുവാൻ നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചുപോയി വാഴ്ക നീ. അങ്ങനെ മായാവിയായ അസുരനെ നിഗ്രഹിക്കാനായി ബാലി പിറകെ പോവുകയാണ്. ഗുഹയുടെ അകത്ത് കയറി യുദ്ധം ചെയ്ത ശേഷം ഗുഹദ്വാരം അടച്ചുകൊണ്ട് സുഗ്രീവനോട് പുറത്തു നിൽക്കാൻ പറയുന്നു.
അകത്ത് നിന്ന് യുദ്ധത്തിൻ്റെ റിസൾട്ട് എന്താണ്, അതിൻ്റെ പരിണത ഫലം എന്ന് തിരിച്ചറിയാൻ ഒരു അവസരം കൊടുക്കുകയാണ്. ചോരയാണ് വരുന്നതെങ്കിൽ ഞാൻ മരിച്ചു എന്ന് നിനക്ക് കരുതാം, പാലാണ് വരുന്നതെങ്കിൽ ഞാൻ വിജയിച്ചു എന്ന് കരുതാം എന്ന് പറയാം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും, ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ. യുദ്ധം പറഞ്ഞതിൽ പുക്കിതു ബാലിയും തത്ര വിലദ്വാരി നിന്നേനടിയനും. പോയിതു കാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കപീശ്വരൻ. വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ നിന്നു. ഒടുവിൽ ചോര വന്നത് കണ്ടപ്പോൾ ജ്യേഷ്ഠൻ യുദ്ധത്തിൽ മരിച്ചു എന്ന് കരുതി ഞാൻ ഗുഹദ്വാരം അടച്ച് തിരിച്ചു പോവുകയാണ് എന്ന് സുഗ്രീവൻ പറയാം. മർക്കടവീരനും ദുഃഖിച്ചതു കാലം വാനരാധീശ്വരനായ അഭിഷേകവും ചെയ്തു. വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാൻ ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥാ. കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാൻ ഓർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും. നീളേ നടന്നുഴന്നീടും ദശാന്തരെ ബാലി വരികയില്ലത്രേ ശാപത്തിനാൽ ഋഷ്യമൂകാജലേ വന്നിരുന്നീടിനേൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലി ഏതാ വരുന്നത്. അപ്പോൾ അസുരൻ തൻ്റെ മായാവിദ്യ കൊണ്ട് യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയായിരുന്നു സുഗ്രീവനെ. അപ്പോൾ സുഗ്രീവൻ ചെയ്തത് തെറ്റാണെന്ന് ധരിച്ച് ബാലി അനുജനെ കൊല്ലാനായി വരികയാണ്. അനുജൻ ഓടി രക്ഷപ്പെടുകയാണ്. ബാലിക്കൊരിക്കലും ചെന്നുകൂടാൻ സാധിക്കാത്ത ഋഷ്യമൂകാജലത്തിൻ്റെ മുകളിലേക്ക് സുഗ്രീവൻ അഭയം തേടുകയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.